തെറ്റ് പറ്റിപ്പോയി. എന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ പറയാൻ പാടില്ലാത്തത് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി. മനുഷ്യനല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടായി. ഞാൻ പറഞ്ഞതാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ എന്നിട്ടും അവർ എനിക്കെതിരെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ദിവസം വേറെ പരാതി കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്നിട്ടും ഡിസിപ്ലിനറി കമ്മിറ്റി ഇങ്ങനെ മുന്നോട്ട് പോയി. അതിപ്പതേ ഒന്നും അല്ലാത്ത അവസ്ഥയിലായി. എന്നിട്ടും കഴിഞ്ഞ മീറ്റിംഗ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവിടെ ടിനി ടോം രാജിവെക്കാനായിട്ട് തുടങ്ങി, ഞാൻ രാജിവെക്കാൻ തുടങ്ങി. എന്തിനാ ഞങ്ങളുടെ പ്രസിഡന്റ് പോലും പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിറങ്ങുന്ന അവസരമുണ്ടായിരുന്നു. അന്ന് ഞാൻ തിരിച്ചു കയറി ചെന്നിട്ട് പറഞ്ഞു, ഇനിയും ഒരവസരം എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ നീന ചേച്ചിയോട് പറഞ്ഞു പോയ കാര്യങ്ങൾക്ക് ഞാൻ സമസ്താപരാധം പറഞ്ഞ് ഞാൻ മാപ്പ് പറയുകയാണ്. ചേച്ചി എന്റെ മാപ്പ് ഉൾക്കൊള്ളണം എന്ന് എനിക്ക് നിർബന്ധമില്ല, പക്ഷെ എനിക്ക് എല്ലാ അംഗങ്ങളുടെ മുന്നിൽ വെച്ചും പറയണമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരെ ഹഗ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിനു മുമ്പ് കൈലാഷ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മീഡിയ മുഴുവൻ വന്ന് അവിടെ ഉണ്ടായിരുന്നു, ചേച്ചി ലക്ഷ്മി ഇനി എന്താ ചെയ്യേണ്ടേ, പാലാരിവട്ടത്ത് പോയിട്ട് മൈക്ക് കെട്ടിയിട്ട് പറയുകയാണോ ചെയ്യേണ്ടത്, അത് പറഞ്ഞ് അവർക്ക് ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കൈലാഷ് ഇവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവരുടെ ആവശ്യം ഓരോരുത്തരെയായിട്ട് പുറത്താക്കുക എന്നുള്ളതാണ്. ഇന്നലെ വളരെ ലാഘവത്തില് അൻസിബ ഹസൻ പറയുന്നുണ്ടായിരുന്നല്ലോ, മെമ്പർഷിപ്പും കട്ട് ചെയ്തിട്ട് ടിനി ചേട്ടനെ പറഞ്ഞു വിടണം എന്ന്. ഇവർക്ക് എല്ലാരും പുറത്താക്കണം എന്നുള്ളതാണ് ഇവരുടെ നടപടി. ആദ്യമായിട്ട് ഞങ്ങളുടെ ജസ്റ്റിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡിനെ യാതൊരു കാരണങ്ങളും ഇല്ലാണ്ട് അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടു. ഞങ്ങൾക്ക് എത്രയോ കൊല്ലമായിട്ട് ചായ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ജലജ എന്ന് പറഞ്ഞ ചേച്ചീനെ വളരെ നിസ്സാരമായിട്ട് പിരിച്ചുവിട്ടു. ആ കളി അതുല്യയുടെ അടുത്ത് നടന്നില്ല. കാരണം അതുല്യ ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതാ എനിക്ക് മീഡിയാസിന് കാണിക്കാനായിട്ട് പറ്റില്ല, പക്ഷെ ജനറൽ ബോഡിക്ക് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ജനറൽ ബോഡിയിൽ കൃത്യമായിട്ടും ഞാൻ എന്തിനാണ് അൻസിബയ്ക്ക് കേസ് കൊടുത്തത്, അൻസിബ എന്താണ് എനിക്ക് മെസ്സേജ് അയച്ചത്, എനിക്കിപ്പോൾ അത് മീഡിയയിൽ കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. കൃത്യമായിട്ട് ജനറൽ ബോഡിയിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കും. എന്തായിരുന്നു സ്റ്റേഷനിൽ നിന്ന് കൺക്ലൂഷൻ വന്നത്, സ്റ്റേഷൻ റിപ്പോർട്ട് എന്താണ് എന്നുള്ളത്. ഈ പറയുന്ന മത തീവ്രവാദമോ ജിഹാദിയോ മതം മാറ്റമോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ കലകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മൾക്ക് എന്താണ് ജാതിയും മതവും പറയുമ്പോൾ എൻ്റെ എഴുത്തുകളിലൊക്കെ രാഷ്ട്രീയം പറയുമ്പോൾ ഇവിടെ മതം നോക്കിയിട്ട് തന്നെയാണ് രാഷ്ട്രീയം നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം. എന്നല്ലാതെ നമ്മളാരും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെയും യാതൊരു വിവേചനവും കാണിക്കാത്ത ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ വീഡിയോ വാളിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും. ഇനി അടുത്ത ടാർഗറ്റ് ആരെയാണ്? ഞങ്ങളുടെ പ്രസിഡന്റിനെയാണോ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൈലാഷ് ആണോ, സിജോയ് വർഗീസ് ആണോ, ആരിനെയാണ് ഇനി ഈ റോണിയാണോ, ഇനി ആരെയാ ഇവർ പറയാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ കഥകളുടെയും പിന്നിൽ നീന എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നിങ്ങൾ ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണല്ലോ മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങളാരും എന്താ ആ ഒരു കാര്യം നോക്കാത്തത്? എല്ലാത്തിന്റെ പിന്നിൽ ഒരു നീനയുണ്ട്. ശ്വേത മേനോന്റെ നിലപാടെന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരണം എന്ന് തന്നെയാണ് നിലപാട്. അൻസിബയുടെ രാജിക്കത്ത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജനുവരി 21 ആ കുട്ടി രാജിക്കത്ത് കൊടുത്തതാണ്. പക്ഷേ ഞങ്ങളുടെ അമ്മയുടെ സിസ്റ്റത്തിൽ നിന്നും ഈ കത്ത് ഞങ്ങളുടെ സെക്രട്ടറി റിമൂവ് ചെയ്ത് കളഞ്ഞു. ഈ കത്ത് ഞങ്ങളുടെ അടുത്ത EC-യിലേക്ക് എടുക്കാൻ പറ്റിയില്ല. ജനുവരി 24 ഞങ്ങൾ വെച്ച ഓൺലൈൻ മീറ്റിംഗിൽ അൻസിബ ഹസൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർച്ച് 2 ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്നും ഈ പറയുന്ന അൻസിബ ഹസൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവരിങ്ങനെ ഒരു രാജിക്കത്ത് തന്നിട്ടുണ്ട് എന്ന് സെക്രട്ടറി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു കത്ത് കിട്ടിയാൽ ആ കത്ത് ഒരു നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അമ്മയുടെ ഔദ്യോഗിക മെയിലിലേക്ക് വരുന്ന കത്തുകൾ റിമൂവ് ചെയ്യാനായിട്ട് പാടില്ല. ആ സെക്രട്ടറിക്ക് ആരാണ് ഇത്ര വലിയ അധികാരം കൊടുക്കുന്നത്? ആരാണ്? ഞാൻ തുറന്നു പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. കുക്കു പരമേശ്വരൻ എന്ന സെക്രട്ടറി ആകുന്നതിന് മുമ്പ് ഒരു മുഖം ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഞങ്ങളുടെ സെക്രട്ടറി ആയതിനു ശേഷം മറ്റൊരു സെക്രട്ടറി, മെമ്മറി കാർഡ് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സെക്രട്ടറി, എന്താ പറയാ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയി കഴിഞ്ഞപ്പോൾ വേറൊരു സെക്രട്ടറി, കുടുംബസംഗമത്തിന് വേറെ സെക്രട്ടറി, ഇപ്പൊ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ വേറൊരു സെക്രട്ടറി. ആ സെക്രട്ടറി ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ എന്താ പറയാ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്കൊക്കെ എതിരെ സത്യമായിട്ട് സംസാരിക്കുന്ന, അമ്മയുടെ ഒരു രൂപ പോലും പാഴാക്കി കളയരുത് എന്ന് വിചാരിച്ച് സംസാരിക്കുന്ന ആൾക്കാരെ ഒക്കെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് പേര് ചേർന്നിട്ട് ചെയ്യുന്ന പരിപാടികളാണിത്.